السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم السلام على سيدنا محمد أفضل المرسلين وعلى آله وأصحابه أجمعين، التابعين ومن تبعهم بإحسان إلى يوم الدين. ربنا عليك توكلنا وإليك أنبنا وإليك المصير. പ്രിയമുള്ള സഹോദരങ്ങളെ, 1445 വർഷവും പിന്നിട്ട് 1446 പുതിയ ഒരു ഹിജ്റ വർഷത്തിലേക്ക് നാം കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നാം പറഞ്ഞു, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്താണ് ഇങ്ങനെ ഹിജ്റ അടിസ്ഥാനമാക്കി അറബി കലണ്ടർ സ്ഥാപിതമായത് എന്നും നാം 2 വർഷം 2 നിലക്കുള്ള വർഷങ്ങൾ നമ്മിലുണ്ട്. ക്രിസ്തു വർഷമുണ്ട്, ഹിജ്റ വർഷമുണ്ട്. ഇംഗ്ലീഷ് കൊല്ലം എന്ന് നമ്മൾ പറയുന്ന ജനുവരി തുടങ്ങി ഡിസംബറിൽ അവസാനിക്കുന്ന ആ വർഷത്തിന് കാര്യമായി നമ്മൾ അതുമായിട്ടാണ് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ജനങ്ങളും, ലോകത്തിൽ മുഴുവൻ ജനങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് വർഷവുമായിട്ടാണ് കൂടുതൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഹിജ്റ വർഷമാണ് നമുക്ക് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് ഹിജ്റ വർഷത്തിലെ അറബിക്കൊല്ലത്തിലെ മാസങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. 1 മുഹറം, 2 സഫർ എന്നിങ്ങനെ നമ്മളെ മക്കൾക്ക് ജനുവരി മുതൽ ഡിസംബർ വരെ വളരെ സിമ്പിളായി പറയാൻ കഴിയും. എന്നാൽ അറബിക്കൊല്ലം, അറബി മാസങ്ങൾ അത് ശരിക്ക് ഓർമ്മയിലൂടെ പറയാനും സാധ്യമല്ലാത്തൊരു ചുറ്റുപാടിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് അറബി മാസങ്ങൾ 1 മുഹറം അങ്ങനെ തുടങ്ങി ദുൽഹിജ്ജ കൊണ്ട് അവസാനിക്കുന്ന ഈ 12 മാസം അതങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു പഠിപ്പിക്കണം. അതിനപ്പുറമായി നമ്മളെ ജനനവും മരണവുമായൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത് ഹിജ്റ വർഷമാണ്. നമ്മളൊരു കുട്ടി ജനിച്ചാൽ നമ്മൾ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ അത് റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ കുട്ടിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ റെഡിയാക്കുന്നു. അതിൽ രേഖപ്പെടുത്തപ്പെടുന്നത് നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് ക്രിസ്തു വർഷമാണ്, ഇംഗ്ലീഷ് വർഷമാണ്. എന്നാൽ അത് നമുക്ക് വിരോധമില്ല. പക്ഷേ അതോടൊപ്പം ഹിജ്റ വർഷം അറബി മാസത്തിൽ, അറബി ഏത് കൊല്ലത്തിൽ, അറബ് മാസത്തിൽ ഏത് ഡേറ്റിലാണ് നമ്മളെ കുഞ്ഞ് ജനിച്ചത് എന്ന് നമ്മൾ പ്രത്യേകം നമ്മുടെ ഡയറിയിലോ മറ്റോ രേഖപ്പെടുത്തി വെക്കണം. ഇത് പിന്നീട് നമുക്ക് ആവശ്യമായിട്ട് വരും. ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നമുക്ക് ഒരു രക്ഷിതാക്കളായ നമ്മോട് നിർദ്ദേശമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, 7 വയസ്സായാൽ നിങ്ങളെ കുട്ടികളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. ഈ 7 വയസ്സ് എങ്ങനെ തീരുമാനിക്കുക? ഇംഗ്ലീഷ് കൊല്ലം കണക്കാക്കിയിട്ടാണോ അല്ല അറബിക്കൊല്ലം കണക്കാക്കിയിട്ടാണോ? തീർച്ചയായും അറബിക്കൊല്ലം കണക്കാക്കിയിട്ട് 7 വയസ്സ് പൂർത്തിയാകുമ്പോഴാണ്. ഹിജ്റ വർഷപ്രകാരം ഈ 7 വയസ്സ് പൂർത്തിയാകുമ്പോഴാണ് ഈ കൽപ്പന നമ്മൾ നടപ്പിലാക്കേണ്ടത്. നമ്മളെ മക്കളെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം, നിസ്കരിക്കണം എന്ന് അവരോട് പറയുക. അങ്ങനെ ചിലപ്പോഴൊക്കെ നിസ്കരിക്കും,
ചിലപ്പോൾ നിസ്കരിക്കൂല. ഇങ്ങനെ അങ്ങനെ പോയിട്ട് പിന്നെ 10 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി ഗൗരവത്തിലെടുക്കണം. എങ്ങനെ ഗൗരവം? അടിച്ച് നിസ്കരിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ പറയാൻ നിസ്കാരം ഒഴിവാക്കിയാൽ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം അതിൻ്റെ പേരിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. ഈ 7ഉം 10ഉം ഒക്കെ നമ്മൾ കണക്കാക്കൽ ഹിജ്റ വർഷവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിനാണ് നമ്മൾ ജനിച്ച തീയതി, കുട്ടികൾ ജനിച്ച തീയതി ഹിജ്റ വർഷപ്രകാരം ഇന്ന ദിവസം ഇന്ന മാസം ഇന്ന കൊല്ലം എന്ന് രേഖപ്പെടുത്തി വെക്കണം എന്ന് പ്രത്യേകം പറഞ്ഞത്. അതുപോലെ തന്നെ പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് ഇപ്പോൾ ചെറിയ ചെറിയ പെൺകുട്ടികൾക്കൊക്കെ കുറച്ച് വലുപ്പമാകുമ്പോഴേക്ക് ബ്ലീഡിങ്, ആർത്തവമൊക്കെ ഉണ്ടാവുകയാണ്. ഇറച്ചിക്കോഴി കഴിച്ചത് കൊണ്ട് ഹോർമോൺ തകരാറ് സംഭവിച്ചതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് എന്നൊക്കെ പറയപ്പെടുന്നു. ഏതായാലും മുമ്പത്തെ പോലെയല്ല, നേരത്തെ കുട്ടികൾക്കൊക്കെ ബ്ലീഡിങ് ഉണ്ടാകുന്നു. ബ്ലീഡിങ് എന്താണ്? ആർത്തവമാണോ അതല്ല മറ്റ് രോഗം കാരണമുള്ളതാണോ എന്നറിയാൻ അതിന് ഇസ്ലാം നിർദ്ദേശിക്കുന്നത് ആ കുട്ടിക്ക് എത്ര വയസ്സായി നോക്കണം. ബ്ലീഡിങ് ഉണ്ടായ സമയത്ത് കുട്ടിക്ക് എത്ര വയസ്സ്? 9 വയസ്സാണ് എങ്കിൽ അത് ആർത്തവമായിട്ട് പരിഗണിക്കുമെന്നാണ്. അതോടെ കുട്ടി പ്രായപൂർത്തിയായി. ഈ 9 വയസ്സായി എന്ന് കണക്കാക്കൽ ഇംഗ്ലീഷ് കൊല്ലം കൊണ്ടല്ല, നമ്മൾ ജനന സർട്ടിഫിക്കറ്റ് പിന്നെ രേഖപ്പെടുത്തിയ ആ ദിവസം ആ കൊല്ലം കൊണ്ടല്ല, പിന്നെ ഹിജ്റ വർഷപ്രകാരമാണ്. അങ്ങനെ നോക്കിയിട്ട് 9 വയസ്സ് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ബ്ലീഡിങ് ഉണ്ടായാൽ അത് ആർത്തവമായിട്ട് കണക്കാക്കും. അതോടുകൂടി കുട്ടി പ്രായപൂർത്തി ആയവളായി. അല്ലെങ്കിൽ പിന്നെ 15 വയസ്സാണ്, ആർത്തവമായിട്ടില്ല എങ്കിൽ പിന്നെ 15 വയസ്സ് പൂർത്തിയായാൽ പ്രായപൂർത്തിയായി, വയസ്സുകൊണ്ട് പ്രായപൂർത്തിയായി. ഇതിനൊക്കെ ഈ പിന്നെ 9, 15 എന്നൊക്കെയുള്ള ഈ കണക്ക് കിട്ടണമെങ്കിൽ, കണക്ക് ശരിയായ ദീപത്തിലാവണമെങ്കിൽ ഹിജ്റ വർഷം തന്നെ നമ്മൾ കണക്ക് കൂട്ടണം. രണ്ട് വർഷം കൂടി വളരെ വ്യത്യാസമുണ്ട്. ഒരു കൊല്ലത്തിൽ 10, 11, 12 ദിവസത്തെ മാറ്റം വരും ഒരു കൊല്ലത്തിൽ തന്നെ. പിന്നെ അങ്ങനെ കൊല്ലങ്ങൾ മറിയുമ്പോൾ ഒരുപാട് മാറ്റം 2 വർഷം തമ്മിലുണ്ട്. അറബിയും അതുപോലെ തന്നെ ഇംഗ്ലീഷ് വർഷവും തമ്മിൽ വ്യത്യാസപ്പെട്ട് വരാറുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഏത് ആരുടെ കുട്ടിയായാലും, നമ്മളിതൊക്കെ ആരൊക്കെ രേഖപ്പെടുത്തിയൊന്നറിയില്ല, ഏതായാലും നമ്മളെ മക്കൾ, നമ്മളെ വേറെ മക്കൾ, ഇവരൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ആ നിരക്ക് ജനന തീയതി അറബി കൊല്ലം അനുസരിച്ച് നമ്മൾ പ്രത്യേകം നമ്മുടെ ഡയറിയിലോ മറ്റോ രേഖപ്പെടുത്തുക. മറ്റേ ലീഗലായിട്ടുള്ള റെക്കോർഡിംഗ് ഒക്കെ ഇംഗ്ലീഷ് വർഷം പ്രകാരം ഇവിടുത്തെ കേരളത്തിലെ നിയമപ്രകാരം നടക്കട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. അതിൽ നമുക്കത് എഴുതി ചേർക്കാനൊന്നും പറ്റൂല. നമുക്കത് പ്രത്യേക ഡയറിയിൽ എഴുതി സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെയാണ് മരിച്ച ആണ്ട് കഴിക്കുന്ന ഒരാൾ മരിച്ചാൽ ആ മരിച്ച ആണ്ട് കൊല്ലം വരുമ്പോൾ ആണ്ട് കഴിക്കും. ഈ കൊല്ലം കണക്കാക്കേണ്ടതും അങ്ങനെ തന്നെ. ഇപ്പോൾ ഒരാൾ മരിച്ചാൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുമ്പോൾ ഇംഗ്ലീഷ് വർഷമായിരിക്കും. എന്നാൽ ആ മരിച്ച ദിവസം, ആ കൊല്ലം, ആ മാസം ഒക്കെ നമ്മൾ എഴുതി രേഖപ്പെടുത്തി വെക്കണം. നമ്മളെ ബന്ധപ്പെട്ടവർ, മാതാപിതാക്കൾ, സഹോദര സഹോദരിമാർ, മക്കൾ, ഭാര്യ, ഇങ്ങനെ ആരെങ്കിലുമൊക്കെ മരിക്കുമല്ലോ. ആ മരിക്കുന്ന സമയത്ത് അവരുടെ മരണസമയം, മരണ ദിവസം, കൊല്ലം എല്ലാം രേഖപ്പെടുത്തി വെക്കണമെന്നും ഓർമ്മപ്പെടുത്തുന്നു. അപ്പോഴാണ് നമ്മൾ അവരെ ആണ്ട് കണക്കാക്കൽ.
ഓരോ ആളുകൾ മരണപ്പെട്ടാൽ ഓരോ ആണ്ട് ദിവസം വരുമ്പോൾ മരണപ്പെട്ട ദിവസം കൊല്ലത്തിന് മടങ്ങി വരുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം ദ്വാ ചെയ്യും, പ്രത്യേക സദസ്സ് സംഘടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല കാര്യമാണ്. അതും നമ്മൾ കണക്കാക്കേണ്ടത് അറബി കൊല്ലപ്രകാരമാണ്. അതുകൊണ്ട് നമ്മളുമായി മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളുമായും മുസ്ലിങ്ങൾക്ക് ബന്ധപ്പെടാനുള്ളത് അറബി കൊല്ലമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അത് നമ്മളെല്ലാവരുടെയും ശ്രദ്ധയിൽ വേണം. മറ്റ് ഇടപാടുകൾക്കൊക്കെ നമ്മൾ മറ്റുള്ള ഇംഗ്ലീഷ് വർഷം സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഇതും കൂടി നമ്മുടെ പരിഗണനയിൽ വേണമെന്ന് ഓർമ്മപ്പെടുത്തി ഈ ക്ലിപ്പ് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ വന്ന വീഴ്ചകളൊക്കെ അല്ലാഹു തആല പരിഹരിക്കട്ടെ. വല്ല തെറ്റുകുറ്റങ്ങൾ വന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു വിട്ടുകൊടുത്ത് മാഫാക്കട്ടെ. പുതുവർഷത്തിൽ നല്ലൊരു വർഷമായി, ഖൈറും ബറക്കത്തുമുള്ള വർഷമായി, കൂടുതൽ അമലുകൾ ചെയ്യാനുള്ള തൗഫീഖുള്ള വർഷമായി അല്ലാഹു തആല നമുക്ക് മാറ്റി തരുമാറാകട്ടെ. നമുക്ക് മാത്രമല്ല, ലോകത്തുള്ള മുസ്ലിമീങ്ങൾ എല്ലാവർക്കും. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ വിട്ടുകൊടുത്ത് മാഫാക്കണേ അല്ലാഹ്. പരിശുദ്ധമായ മുഹറം മാസം കൊണ്ട് തുടങ്ങുന്ന ഈ ഹിജറ വർഷം പുതിയത് റബ്ബെ ഒരുപാട് ഖൈറായ കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അതിനുള്ള ആഫിയത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെയും ബന്ധപ്പെട്ട എല്ലാ ആളുകളുടെയും അസുഖങ്ങൾ റബ്ബെ നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് വിഷമിക്കുന്നു റബ്ബെ, നീ സലാമത്ത് നൽകണേ അല്ലാഹ്. ശിഫ നൽകണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ട് അവിടെയും ഞങ്ങളെയും കാത്തു രക്ഷിക്കണേ അല്ലാഹ്. റഹ്മാൻ റബ്ബെ, ജോലിയെ ആവശ്യാർത്ഥം ഗൾഫ് നാടുകളിൽ വന്ന് ജോലി അന്വേഷിക്കുന്നു റബ്ബെ, അവർക്ക് അനുയോജ്യമായ ജോലി നൽകണേ അല്ലാഹ്. റബ്ബെ, ഒരുപാട് ആളുകൾ കഴിഞ്ഞ വർഷം മുതൽ ഈ വർഷം വരെ തങ്ങളോട് ബന്ധപ്പെട്ടവരും പലരുമായി ഈ ലോകത്തോട് വിട പറഞ്ഞു റബ്ബെ, അവർക്കൊക്കെ നിന്റെ കാരുണ്യം ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. അവർക്കൊക്കെ മാഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബെ, എല്ലാ ഹലാലായ മുറാദുകളും മനസ്സിലാക്കണേ അല്ലാഹ്. ഉംറ ഉദ്ദേശിച്ച് പോകുന്നവരുണ്ട് റബ്ബെ, അവരെ ഉംറയും മറ്റു എല്ലാ അമലുകളും നീ കബൂലാക്കണേ അല്ലാഹ്. അവരുടെ പ്രയാസത്തിലും അവരെ നീ പെടുത്തല്ല അല്ലാഹ്. അവരുടെ ദുആയിലൊക്കെ ഞങ്ങളെ ഉൾക്കൊള്ളിക്കണേ അല്ലാഹ്. എല്ലാ മോമിനീങ്ങൾക്കും മോമിനാത്തിലും പൊറുക്കണേ അല്ലാഹ്. റഹ്മാൻ റബ്ബെ, ഫലസ്തീൻ ജനത വളരെ വിഷമത്തിലാണ് റബ്ബെ, അവർക്ക് നീ സലാമത്ത് നൽകണേ അല്ലാഹ്. അവർക്ക് നീ സലാമത്ത് നൽകണേ അല്ലാഹ്. അവർക്കെതിരെ തിരിയുന്ന ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാഹ്. നീ പരാജയപ്പെടുത്തണേ അല്ലാഹ്. മുസ്ലിമീങ്ങൾക്ക് എല്ലാ സ്ഥലത്തും എല്ലാ രാജ്യത്തും ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.